ഇതിലിപ്പോ നമുക്ക് ഇങ്ങനെ കാല് നീട്ടി ഇരിക്കണമെങ്കിൽ കാല് നീട്ടി ഇരിക്കാം. കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. അത് വണ്ടിയാണ്, പേരൊന്നല്ല. നമുക്ക് ഇങ്ങനെ ഇരിക്കണമെങ്കിൽ ഇങ്ങനെ ഇരിക്കാം, കിടക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കിടന്നുറങ്ങാം. വെൽക്കം ടു ഊട്ടി നെക്സ്റ്റ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് AC ഇടും, എന്നിട്ട് ഒന്ന് തണുപ്പതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഗ്ലാസ് കുറച്ച് താത്തിട്ടിട്ട് ഇങ്ങനെ കിടക്കാം. അപ്പോൾ കാറ്റും കിട്ടും. ഞാനുള്ള ആദ്യം പറഞ്ഞില്ല ഇത് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത്. ഇടയില് ചെറിയൊരു എള്ള് കടിച്ചണ പോലെ ഉണ്ടാ കറുത്ത സാധനം. ഇതിന് മധുരൊന്നുമില്ലാത്ത അല്ല മധുരൊന്നുമില്ല. അപ്പൊ എങ്ങനെയുണ്ട്? ചെറിയ വെളിച്ചുള്ളൂ കേട്ടോ, കാണാൻ എങ്ങനെയുണ്ട് എന്ന് അറിയില്ല കേട്ടോ. അത് കൊള്ളാലോ. ക്ലിയർ ഉണ്ടാകുമെന്നാവും. അടിപൊളി, ചിലപ്പോൾ ക്ലിയർ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഗൈസ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ 24 hours കാറിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന പരിപാടിയാണല്ലോ. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണാനല്ലോ, അതിൻ്റെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണട്ടോ, എന്നാലേ ഞങ്ങൾക്ക് ഒരു വ്യക്തത ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് നമ്മൾ എവിടെയായിരുന്നു, ലുഡോ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ ലുഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 എണ്ണത്തിൻ്റെ ലുഡോ ഉണ്ടല്ലോ, അത് എന്നിട്ട് 3 എണ്ണം നെയിൻ എടുക്കും, 3 എണ്ണം ഞാൻ എടുക്കും. അത് തീരണമെങ്കിൽ ഒരു 1.5 1.25 ചിലപ്പോൾ 2 മണിക്കൂർ, നമ്മൾ വെട്ടുന്നതിനനുസരിച്ച് കേട്ടോ, 2 മണിക്കൂറൊക്കെ സമയം എടുക്കും. ശരിക്കും 6 ആളുണ്ടെങ്കിൽ അതിലേറെ ടൈം എടുക്കൂലേ, എല്ലാവരും പരസ്പരം വിട്ടില്ല. ഇത് 3 എണ്ണം എനിക്കുള്ളതുകൊണ്ട് എൻ്റെ 3 എണ്ണത്തിന് ഞാൻ എന്തായാലും വെട്ടൂലല്ലോ, സേഫ് ആക്കാൻ നോക്കുമല്ലോ. അതുകൊണ്ട് ഈ ഒരു 1.5 2 മണിക്കൂറിനുള്ളിൽ പരിപാടി വരും. അപ്പോൾ അതിങ്ങനെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് ഇങ്ങനെ നൈസായിട്ട്, അവിടെ ഹോസ്പിറ്റലാണ്, അപ്പോൾ പിന്നെ അവിടുന്ന് നൈസായിട്ട് ഇങ്ങനെ സ്കിപ്പായി. ഇപ്പോൾ മണ്ണാർക്കാട് ടൗണിൽ തന്നെയാണ് ഇപ്പോൾ ഇങ്ങോട്ട് മാറി നിൽക്കുന്നത്. ഇനി എന്താ നമ്മളെ അടുത്ത പരിപാടി? ഇനി എന്തെങ്കിലുമൊക്കെ കഴിക്കണം. അതങ്ങനെ ഇരുന്ന് തീർത്ത് അതിന് മാത്രമൊന്നും ഇല്ലല്ലോ, 4 എണ്ണല്ലേ ഉള്ളൂ. പിന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ വേറെ ഒന്നുണ്ട്. ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പൊ ഇന്നലെ പോരുമ്പോ ഞാന് എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ട് വൈകുന്നേരം ഈ ഡ്രാഗൺ ഫ്രൂട്ട് ആ സാധനം എന്താണ് ചോദിച്ചു, മുകളിലുള്ള റോസ് കളർ. അപ്പൊ ഞാൻ ചോദിച്ചാൽ അത് കഴിച്ചിട്ടില്ല. ഞാനത് കഴിച്ചിട്ടില്ലായിരുന്നു. ഞാൻ പോരുന്ന വഴിക്ക് ഒരു ഫ്രൂട്ട്സ് കടയിൽ നിർത്തിയിട്ട് അപ്പൊ തന്നെ സാധനം ഒന്ന് വാങ്ങി അവിടെ കയ്യിൽ വെച്ചു. ഞാൻ നൈറ്റ് കഴിച്ചില്ല, ഞാൻ അവിടെ എടുത്തേച്ചു. ലേറ്റ് ആയി വീട്ടിലെത്തിയപ്പോ. ഇന്നലെ ഉമ്മാന്റെ വീട്ടിൽ നിന്ന് അങ്ങനെ കുറച്ച് ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് കഴിച്ചില്ല, ഇന്ന് കഴിക്കാൻ വിചാരിച്ചു. ഇന്ന് കഴിക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് 24 hours ചെയ്യാനുണ്ട് ചലഞ്ചാണ് പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം. അപ്പൊ അങ്ങനെയാണ് ഈ പരിപാടിയിൽ ഇപ്പൊ നമ്മള് വന്ന് നിക്കണത്. അപ്പൊ നമുക്ക് ബാക്കി പരിപാടികളൊക്കെയല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ബാക്ക് കൊണ്ടേ ഇവിടെ എങ്ങനെ ഇരുന്നാ മതിയോ? നമുക്ക് ബാക്ക് കയറി ഇരിക്കാം. ഇനിയിപ്പൊ ഇവിടെ ഇരിക്കല്ലേ, 24 മണിക്കൂർ തള്ളി നീക്കണം. അല്ല ഞാൻ ഇപ്പൊ ഒന്നും ഇല്ല കേട്ടോ, ബാക്ക് പോയി കടക്കാൻ തോന്നുള്ളൂ. ഇതാ എന്റെ ഡ്രാഗൺ ഫ്രൂട്ട്. ഇത് ശരിക്കും പഴുത്തിക്കണോ, എനിക്ക് എന്താ അവസ്ഥ എന്നറിയില്ല. ഞാൻ കുറച്ച് മുമ്പ് കഴിച്ചതാണ്. എന്തായാലും നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. വൈറ്റ് കളറാണ് സാധനം. സൈഡ് കട്ട് ചെയ്ത് നോക്കട്ടെ. കുറച്ചൊക്കെ ഭാഗ്യമാണത് തിന്നാനേ. ഒരു കേടൂല്ലേ, കേടുണ്ടെ പോയി ഇക്കടുണ്ടാവും. ടേസ്റ്റ് അറിയണല്ലേ, ടേസ്റ്റ് ഒന്ന് കട്ട് ചെയ്യട്ടെ കേട്ടോ. ഇതാണ് സാധനം. ഇങ്ങനെ അടർത്തിയെടുക്കാൻ പറ്റല്ലേ. പക്ഷെ ഇതെന്താണെന്നുള്ളത് നോക്കണ്ടേ നമുക്ക്. കേടാണോ? കേടല്ലല്ലോ, അത് ചിലപ്പോ ജസ്റ്റ് അങ്ങനെ പഴുപ്പ് കൂടി ചതഞ്ഞത്. അത് നമുക്ക് വേസ്റ്റ് ഒക്കെ ഇടാം. പക്ഷെ അങ്ങോട്ട് വിട്ട് കുടിച്ചാ എന്താണ് കാരണം. അപ്പൊ ഗൈസ് നമ്മൾ നൈനൂന് ഇത് സമ്മാനമായിട്ട് കൊടുക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ആ പീസ് എനിക്ക് മുറിച്ചതാ. ഇന്നാ ഇത് പിടിച്ചോ. ഇതെങ്ങനെയാ കഴിക്കുക? ഇപ്പൊ കഴിക്കലും ഞാൻ പറഞ്ഞായിരുന്നോ? അങ്ങനെയല്ല, ഇത് അങ്ങനെ ഞാൻ എന്താ ആപ്പിൾ എന്ന പോലെ കഴിക്കും. അങ്ങനെയാണ് കഴിക്കുക. അത് കഴിച്ചോ. എങ്ങനെയുണ്ട്? ജാതിട്ടല്ലേ ഇത് കഴിക്കണത്? അപ്പൊ ഈ അപ്പുറം പറ. ഞാനുള്ള ആദ്യം പറഞ്ഞില്ല ഇത് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത്. കടക്കാപ്പഴത്തിന്റെ എന്തൊക്കെയാ ടേസ്റ്റും വരുന്ന മധുരമല്ല. ഇടയില് ചെറിയൊരു എള്ള് കടിച്ചണ പോലെ ഉണ്ടാ കറുത്ത സാധനം. ഇതിന് മധുരൊന്നുമില്ലാത്ത അല്ല മധുരൊന്നുമില്ല, പുളിയുണ്ട്. പിന്നെന്തൊക്കെ ഉണ്ട്?
നമ്മൾ ഈ കാറിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിരിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഉപകാരമുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. അത് കുറച്ച് വണ്ടിയിലുള്ള സംഭവങ്ങളുണ്ട്, അത് കാണിച്ചു തരാം. പിന്നെ അതുപോലെ നമ്മളായിട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഒന്ന് ഇങ്ങോട്ട് പിടിച്ചാൽ ഇത് കണ്ട ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ ചെയ്തത്. മൊബൈൽ എന്നല്ല, നമുക്ക് ഇതുമ്മേ ലാപ്ടോപ്പോ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ഇതിൽ ചാർജ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ ഫുഡൊക്കെ കഴിക്കുകയാണ് പുറത്തുനിന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നേനോ ലൈറ്റ് ഇട്ടിട്ട് ഫുഡ് കഴിക്കാം. അതിനുള്ള ലൈറ്റും സൗകര്യങ്ങളൊക്കെ നമ്മളെടുത്തുണ്ട്. അപ്പം അത് അടച്ചോ. അപ്പോൾ നമുക്ക് നമ്മുടെ മൊബൈൽ ചാർജറുമ്പോൾ തന്നെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സീറ്റ് മടക്കിയിട്ട് കുറച്ച് പരിപാടികളുണ്ട്. അത് നമ്മൾ കിടക്കുന്ന സമയത്ത് കാണാം അല്ലേ, നമ്മൾ കാറിലല്ലേ ഉറക്കം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ ലുഡോ എന്ന് പറയുന്നത്. നമ്മൾ കളിക്കണമെന്ന് പറഞ്ഞാൽ കണ്ടോ 6 എണ്ണം ഉണ്ട്. ഇതിൽ 3 എണ്ണം, അതായത് ബ്ലൂവും ഗ്രീനും വയലറ്റും നെയ്നുവിൻ്റെയാണ്, ഓറഞ്ചും യെല്ലോം റെഡും ഇന്ത്യയാണ്. അങ്ങനെ 3 എണ്ണം എടുത്തിട്ടാണ് ഞങ്ങൾ കളിക്കണതല്ലേ നെയ്നോ. ഇനി ഇതിൻ്റെ അവസാനം എന്താണെന്നുള്ളത് കാണിക്കുക. ഈ കളി ഫുള്ള് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ നടക്കില്ല, 2 മണിക്കൂറൊക്കെ ചിലപ്പോൾ നീണ്ടു നിൽക്കുന്ന കളിയാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ കളി കഴിഞ്ഞിട്ട് വരാം അല്ലേ. അതെ. അപ്പോൾ ഗൈസ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ 3 എണ്ണം ഞാൻ കളിക്കും, അടുത്ത നെയ്നു കളിക്കും, ഉണ്ടോ, അടുത്ത ഞാൻ കളിക്കും, പിന്നെ ഗ്രീന് നെയ്നുവിനാണ്. അപ്പോൾ ഗ്രീന് നെയ്നു കളിക്കും. അങ്ങനെ നമ്മൾ ഒന്നട വിട്ടിട്ട് ഞങ്ങൾ രണ്ടാളും കളിച്ചത് തീർക്കും. അതാണ് സംഭവം. അങ്ങനെ നമ്മൾ എവിടെ നിൽക്കണമെന്ന് അറിയോ, നമ്മളെ വീട്ടിലിത് അവിടെ കണ്ടോളി. അപ്പോൾ എന്താ നമ്മളിവിടെ വരാൻ കാരണം, ഞങ്ങളിങ്ങനെ ലുഡോ കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നെയ്നുവിനെ ചെറുതായിട്ടൊന്ന് മൂത്രയിക്കണം തോന്നി. അത് എന്നോട് പറഞ്ഞപ്പോൾ 4 മണിക്ക് കയറിയില്ലേ, ഇപ്പോൾ സമയം 9:30 അപ്പോൾ എന്നോട് പറഞ്ഞപ്പോൾ എനിക്കും എനിക്കും ഉണ്ട്. അപ്പോൾ രണ്ടാക്കും. അപ്പോൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും കൺവിൻസ് ആണ്. എന്തായാലും ഒരു 5 മണിക്കൂറൊന്നും നമുക്ക് അതിൽ കൂടുതലൊന്നും ചിലപ്പോൾ പിടിച്ചിരിക്കാൻ കഴിയില്ല. അപ്പം ഈ ഒരു പരിപാടി നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി ചെയ്യലെന്തായാലും നടക്കില്ല. അപ്പോൾ വീട് അടുത്ത് തന്നെയാണല്ലോ, നൈസായിട്ട് വന്നിട്ട് പുറത്ത് തന്നെ ഉണ്ട് ബാത്റൂം, പോയിട്ട് പരിപാടി വെച്ചിട്ട് പെട്ടെന്ന് 2 മിനിറ്റ് സമയം, മാക്സിമം പോയാൽ 3 മിനിറ്റ്, അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 5, എങ്ങടെ കൂടി പോണേ. എന്നാ പെട്ടെന്ന് പരിപാടി എടുത്താണ്ട് വേഗം വന്ന് കാറിൽ കയറുക. പിന്നെ ഗൈസ് ഒരാൾക്ക് കാറിൽ കയറാൻ വയ്യ, കാല് മടക്കി ഇങ്ങനെ വെച്ചിട്ടേ. എനിക്കുണ്ട് സംഭവം, പക്ഷെ എനിക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ തേനിന്നൊക്കെ വരുമ്പോൾ ഉള്ള ഒരു എനിക്ക് ചെറിയൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഇങ്ങനെ കുറെ ഒരു 5-6 മണിക്കൂർ കാറിൽ നമ്മൾ ഇരുത്തിരുന്ന് കഴിഞ്ഞാല് പിന്നെ നമ്മൾ നീച്ച് പുറത്ത് കയറുന്ന സമയത്ത് നമുക്ക് മുട്ട് മടക്കി തന്നെ വെക്കാനേ തോന്നുള്ളൂ, മുട്ട് നിവർത്താൻ തോന്നൂല. നമുക്ക് കാലിങ്ങനെ നിവർത്തി നിൽക്കാൻ കഴിയൂല. അത് കഴിഞ്ഞിട്ടില്ല എടുക്ക് ബാക്കി കളിച്ചാൽ എന്നിട്ട് ഇന്നത്തെ ഉറക്കുള്ളൂ. പക്ഷെ ഇനി നമ്മളെ ബാക്കി സെറ്റപ്പ് ഉണ്ട് കേട്ടോ. നമ്മളെ കാറിന്റെ ബാക്കില് നമ്മൾ ഇതേപോലെ ഒരു കിടക്കാനുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്യും. ആ സീറ്റൊക്കെ ഒന്ന് മടക്കി വെച്ചതിന് ശേഷം ഇവിടെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പം ഇപ്പം നമ്മളെ സീറ്റ് ഇതാ ഇങ്ങനെയാണ്. നമുക്ക് ഇവിടെ ഇങ്ങനെ ചാരി ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ സീറ്റ് ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ നമ്മളെ വണ്ടിൻ്റെ ഉള്ളിൽ ഒരു ബെഡ് പോലെ ഈ സീറ്റ് മടക്കി കഴിഞ്ഞാൽ ഫ്ലാറ്റാണ് അടിഭാഗം. അപ്പം അത് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം കാറിൻ്റെ ഉള്ളിൽ എന്ത് വേണം, കുറച്ച് ലൈറ്റ് വേണം. അത് വേണ്ടേ, ലൈറ്റ് വേണം. അപ്പോൾ അതിന് നമ്മളൊരു സെറ്റപ്പാണ്. നമ്മളെ പെരൻ്റെ ഉള്ളിലത്തെ ഈ ബൾബ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ ഈ കട്ട ഉണ്ടല്ലോ ഇതുമ്മക്ക് കണക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എന്തായി, കാറിൻ്റെ ഉള്ളിൽ നല്ല വെളിച്ചായി. എങ്ങനെയുണ്ട്? വാവ്. അപ്പോൾ നമ്മളെ കാറിൻ്റെ ഉള്ളിൽ നല്ല വെളിച്ചായി. ഇനി നമ്മൾ എന്ത് ചെയ്യും, ബാക്കിക്ക് പോയിട്ട് കുറച്ച് സാധനങ്ങളുണ്ട് ഗൈസ്. ഇതൊക്കെയാണ് ഞങ്ങൾ തിന്നാനെടുത്തത്. പിന്നെ നൈനുവിൻ്റെ കിറ്റ്. അങ്ങനെ നമ്മളെന്ത് ചെയ്യും, പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല, നമ്മൾ ഇങ്ങനെ പോകും. എന്നിട്ട് എന്ത് ചെയ്യും, എന്തെങ്കിലൊക്കെ ചെയ്യടേ. ബാഗൊക്കെ ഇവിടെ നിന്നോട്ടെ. എന്നിട്ട് നമ്മളെന്ത് ചെയ്യും, ലൈറ്റ് ഇവിടെ വെച്ചിട്ട് ഈ സീറ്റ് ഇങ്ങനെ പൊക്കിയിട്ട് ഇത് ഇങ്ങോട്ട് മടക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാറോ, ഈ സീറ്റ് ഇങ്ങനെ മടക്കും. ഇത് കുറച്ചുകൂടി ഫ്രണ്ടിക്ക് പോകണം മോളെ. ഓക്കെ, 1 സൈഡ് സെറ്റ്. ഇനിയാണ് നമ്മളെ ബാക്കി പരിപാടികളൊക്കെ. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സാധനങ്ങൾ എടുത്ത് വെച്ചിരിക്കണമെന്ന് അറിയോ,
എന്റെ സീറ്റ് സീറ്റ് കുറച്ച് ഫ്രണ്ടിലേക്ക് ആക്കണം. അവിടെ വലിച്ചു തരാം. ആ ഓക്കെ പൊന്തിച്ചോ. ഓക്കെ അപ്പോൾ ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. ബെഡായി. ആ ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എടുത്ത് വെച്ച കുറച്ച് തലേണ, ബെഡ്, സാധനങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ അയ്യവാ, എൻ്റെ അടിപൊളിയായി അല്ലേ? ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ സെറ്റപ്പ്. ഇതൊന്ന് കാണിച്ചു കൊടുത്താ കണ്ടോ. ഇതിലിപ്പോൾ നമുക്ക് ഇങ്ങനെ കാല് നീട്ടിയിരിക്കണമെങ്കിൽ കാല് നീട്ടിയിരിക്കാം. കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. അത് വണ്ടിയാണ്, പെരുന്നല്ല. നമുക്ക് ഇങ്ങനെ ഇരിക്കണമെങ്കിൽ ഇങ്ങനെ ഇരിക്കാം, കിടക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കിടന്നുറങ്ങാം. ഞാൻ കുറച്ച് 6 അടിൻ്റെ അടുത്ത് ഹൈറ്റ് ഉള്ളതുകൊണ്ട് കുറച്ചൊക്കെ ചുരുണ്ടോടി ഉറങ്ങണം, അട്ട ചുരുളണ പോലെ. നെയ്നൊക്കെ നല്ല കാല് നീട്ടി സുഖമായിട്ട് കിടന്നുറങ്ങണം. ഇതേ നെയ്നോ, നിങ്ങോട്ട് പോര്, ഇങ്ങോട്ട് പോര്. വെൽക്കം ടു ഊട്ടി നെക്സ്റ്റ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് AC ഇടും, എന്നിട്ട് ഒന്ന് തണുപ്പായതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഗ്ലാസ് കുറച്ച് താത്തിട്ടിട്ട് ഇങ്ങനെ കിടക്കാം, അപ്പോൾ കാറ്റും കിട്ടും. അങ്ങനെ നമ്മളെ ലുഡോ കളിക്കാൻ നമ്മളെന്തായി, റെഡിയായി. വീണ്ടും അപ്പോൾ നമ്മളെ ബാക്കി ലുഡോ പരിപാടികളും കൂടി തീർത്തതിന് ശേഷം നമ്മളെന്ത് ചെയ്യും, ഈ ഒരു സ്പേസിൽ ഇവിടെ കടന്നുറങ്ങും. എന്നിട്ട് കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീറ്റിട്ട് ഇൻഷാല്ലാഹ് ബാക്കി വീഡിയോ അടുത്ത വീഡിയോയിൽ എങ്ങനെ ഇങ്ങനെ ഇതിൽ കിടന്നുറങ്ങും. സത്യത്തിൽ ഇത് സ്പേസ് കുറച്ച് കുറഞ്ഞു വന്നൊരു ഡൗട്ട് എനിക്കുണ്ട് കേട്ടോ. അങ്ങോട്ട് അടിച്ചാൽ ശരിക്കും കാല് കുറച്ചും കൂടെയൊക്കെ എനിക്കൊന്ന് കോസടി വെച്ചുകൊണ്ടാന്ന് തോന്നുന്നുണ്ട്. കാല് കുറച്ചും കൂടെയൊക്കെ സുഖമായിട്ട് വെക്കാൻ പറ്റീനെ ഇനി ആദ്യം. ഇപ്പോൾ കാലൊന്ന് മടക്കിക്കണം, എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഇങ്ങനെ കിടന്നുറങ്ങും, ഇങ്ങനെ കിടന്നുറങ്ങും. എനിക്കൊന്ന് ഉറങ്ങിയാൽ മതി. തലവേദനിച്ചിട്ട് അട്ടപ്പാടി റോഡ് മൊത്തം ഉറങ്ങിക്കോ നേരം കുറെ ആയിക്കണം. എനിക്കും നല്ല കണ്ണൊക്കെ എൻ്റെ ആകെ തീരുമാനമായിക്കണം. നമ്മള് ഫുഡ് നമ്മളെ കയ്യിൽ കിട്ടിയിരിക്കണ്. അപ്പൊ അതിന് വേണ്ടി വന്നാണ്. ഡാം ഓപ്പൺ ആണ് അല്ലേ? ഡാം ഓപ്പൺ ആണ്. വെള്ളം